ഇനി നമ്മുടെ എക്സാമിനേഷന് വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ. സോ ബി കാം. യു ഹാവ് ടു തിങ്ക് വേർ യു ആർ ആൻഡ് വേർ യു ആർ ഗോയിങ് ടു ബി. നിങ്ങൾക്ക് എന്താകണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വളരെ നല്ല ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് ആദ്യമേ സെൽഫ് നമ്മൾ അനാലിസിസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഈ ഒരു 30 days നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ഇനി ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷൻ ഇന്നത്തോടു കൂടി ഈ വീഡിയോ കാണുന്ന സമയത്തോടു കൂടി അവസാനിക്കണം. ഞാൻ എഴുതി നോക്കാം, എഴുതിയാ കിട്ടിയാലോ, ആ ഒരു കൺസെപ്റ്റ് വേണ്ട. നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഗോ അഹെഡ്, ചേഞ്ച് ചെയ്യല്ലേ. ഇനി ഒരു ഗ്രൂപ്പ് കൺഫ്യൂഷനിലാണെങ്കിൽ സെലക്ട്, അത് അവസാന നിമിഷം കൊണ്ടേ വെക്കല്ലേ. അഥവാ സാറിന് ഒരു ഗ്രൂപ്പ് എഴുതി ഒരു പേപ്പർ എഴുതി എക്സാംഷൻ കിട്ടിയാലോ, വെറുതെ കിട്ടുന്ന സാധനമാണോ എക്സാംഷൻ എന്ന് പറയുന്നത്? അല്ല, ഭയങ്കര ഹാർഡ് വർക്ക് ഉള്ളപ്പോൾ കിട്ടുന്ന സംഭവമാണ് എക്സാംഷൻ എന്ന് പറയുന്നത്. സോ ആൾവേസ് ട്രൈ ടു റിമെമ്പർ ഹൂ യു ആർ. നിങ്ങൾ ആരാന്നൊരു സെൽഫ് അനാലിസിസ് എന്താണ് നമ്മൾ നല്ലപോലെ ചെയ്തിരിക്കണം. റിവൈസ് തുടങ്ങാം. RTP നോക്കുക, MTP നോക്കുക. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും ക്ലാസ്സസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റിൽ ക്ലാസ്സസിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആൾറെഡി എന്താണ് ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ബൈ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാകാം, അത് കാണുന്നവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫ്രം ടുഡേ സ്റ്റാർട്ട് വിത്ത് റിവൈസിങ് യുവർ RTP ആൻഡ് MTP. കാരണം സാറേ എൻ്റെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ RTP MTPയിലേക്ക് പോയാൽ പോരാ. നിങ്ങൾ എപ്പോഴും ഇത് പഠിക്കാൻ വേണ്ടി വെക്കുന്നത്? എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താണ് നമ്മളിത് കൊണ്ടുപോയി വെക്കുന്നു? പോരാ, നമ്മൾ ഇന്ന് തുടങ്ങണം. അതെങ്ങനെ തുടങ്ങുന്നു? ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്താണ് RTP 8 or 10 മോഡൽ എന്താണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റിന് കാർഡ് ICA റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ തന്നെ വായിക്കണം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ച് നോക്കുക. അതായത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് വായിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മൾ എക്സാമിനേഷനിൽ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. കാരണം മെജോറിറ്റി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സമയം കിട്ടുന്നില്ല സാർ, എഴുതാൻ സമയം കിട്ടില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് എഴുതണമെന്ന് തോന്നുന്നു എഴുതാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് അവിടെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ സമയം കിട്ടില്ല. അതായത് അതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടണം. ഇപ്പൊ ഡെയിലി നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻസ്, സാറേ 50 ക്വസ്റ്റ്യൻസോ? പോസിബിൾ ആണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ എഴുതി പഠിക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? യു ഹാവ് ടു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ നോക്കുക. ആൻസർ കണ്ടുപിടിക്കാൻ പോലെ ആൻസർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആൻസർ നോക്ക്. സാറേ പിന്നെ എന്താ പർപ്പസ്? എന്താ? ജസ്റ്റ് സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം. എങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഓർത്തു വെക്കുക. ആൻഡ് യു ഹാവ് ടു മേക്ക് എ പ്ലാൻ ഫോർ ഈച്ച് ആൻഡ് എവറി ഡേ. ഇതിനിടയ്ക്ക് നമുക്ക് ഈസ്റ്റർ, അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ വരും, വിഷു, നമുക്ക് ആഘോഷങ്ങളൊക്കെ വരും. ഓക്കെ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു ഡേയ്സിലെ ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, നല്ലപോലെ ഒരു പ്രോപ്പർ പ്ലാൻ ആക്കുക. നമ്മുടെ ഇപ്പം നാളത്തെ കാര്യം നമ്മൾ ഇന്ന് നൈറ്റേ ഒന്ന് പ്ലാൻ ചെയ്യും. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു 5 to 10 minutes എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. പറ്റുന്ന കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക. കാരണം ഇപ്പം നമ്മളൊരു 10 ചാപ്റ്റർ പഠിക്കും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? അപ്പോൾ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എന്താണ്, നല്ലപോലെ നിങ്ങൾ ഡെയിലി നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് യുവർ പാരൻസ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കാൻ നമ്മൾ വിട്ടുപിടിക്കുന്നത്? നമ്മൾ നല്ലപോലെ പഠിച്ചിട്ട് അതായത് വളരെ കഷ്ടപ്പെട്ട് സ്വന്തം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അവരുടെ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ തമാശ കളിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തിങ്ക് അബൌട്ട് യുവർ ഫാമിലി, തിങ്ക് അബൌട്ട് യുവർ പാരൻസ്. വൈ ഡിഡ് യു കം ഹിയർ? നിങ്ങൾ എന്തിനു വേണ്ടി സെലക്ട് ചെയ്തു? ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ക്വിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണ്ട. ക്വിറ്റ് മീൻസ് നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് സ്വിച്ചും ചെയ്യണ്ട. യു ഹാവ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. യു ആർ ഗോയിങ് ടു ക്ലിയർ ദ എക്സാമിനേഷൻ. 30 days left, 30 days into 24 hours left. So you can clear the examination. നമ്മളൊരു മാരത്തോണും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം ലോ പേപ്പറിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു മിനി മാരത്തോൺ എന്ന രീതിയിൽ മെജോറിറ്റി സെക്ഷൻസ് എല്ലാം കവർ ചെയ്തിട്ട് മിഡ് ഓഫ് ഏപ്രിൽ നമ്മളിത് പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ ചെറിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് വേണം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.